പ്രിയമുള്ളവരെ, ഇന്ത്യ മുഴുവൻ വളരെ ജാഗ്രതയോടുകൂടി വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം തമ്മിലാണ് പ്രധാനമായിട്ടും ഏറ്റുമുട്ടുന്നത്. BJP എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ടെങ്കിലും ഒരു മണ്ഡലത്തിലും അവർക്ക് ജയിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ഉള്ളത്. മതവർഗീയതക്കെതിരായി ജനാധിപത്യ ശക്തികളാകെ യോജിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ചെറുനദികളെല്ലാം അറബിക്കടലിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് പോലെ ചെറുനദികളെല്ലാം ഹിന്ദുത്വ അജണ്ടയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവണത. പൗരത്വ ഭേദഗതി നിയമം ചട്ടമാക്കി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ഇപ്പോഴും ഉന്നയിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പേര് ഇന്ത്യ മുന്നണി രൂപപ്പെട്ടപ്പോൾ ഭാരതമാക്കിയതും ഈ അജണ്ട മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഹിന്ദുത്വ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഹിന്ദു എന്ന മതത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല. മതവും ഹിന്ദുത്വവും തമ്മിൽ യഥാർത്ഥത്തിൽ ബന്ധമില്ല. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലൊരു വിഭാഗം സംഘടിതരാവുകയും ആ സംഘടിതരായ ഒരു വിഭാഗത്തെ ഭരണ സംവിധാനത്തിലേക്ക്, ഭരണകൂട വ്യവസ്ഥയിലേക്ക് രാഷ്ട്രീയ പ്രക്രിയയുമായിട്ട് കൂട്ടുചേർന്ന് നയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ വർഗീയത അല്ലെങ്കിൽ ഹിന്ദുത്വ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശ്വാസികളാരും വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസവുമില്ല. അവർ വിശ്വാസം ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണ് വർഗീയതയ്ക്ക് വേണ്ടി. വർഗീയത രാജ്യത്തിന് അപകടമാണ്, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് എതിരാണ്. മതനിരപേക്ഷതയെ അവരൊരിക്കലും അംഗീകരിക്കുന്നില്ല. ഭരണഘടന തന്നെ മാറ്റി ഒരു പുതിയ ഭരണഘടന മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തയ്യാറാക്കണം എന്നാണ് അവർ കാണുന്നത്. മനുസ്മൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം നമുക്കെല്ലാം അറിയുന്നത് പോലെ ചാതുർവർണ്ണ്യ വ്യവസ്ഥയാണ്. ഇപ്പോൾ ചാതുർവർണ്ണ്യ വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോവുക, നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് രാജ്യത്തെ നയിക്കുക എന്ന സമീപനമാണ് ഹിന്ദു വർഗീയവാദികൾ ഹിന്ദുത്വ അജണ്ടയിലൂടെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ജനാധിപത്യം നിലനിൽക്കണം, മതനിരപേക്ഷത നിലനിൽക്കണം, ഫെഡറലിസം തുടരണം, ഈ ഭരണഘടനയെങ്കിലും തുടരണം, പരിമിതിയായ ഇന്ത്യ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തി BJP സംഘപരിവാർ അജണ്ടയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. BJPയെ പരാജയപ്പെടുത്താനാവുന്നില്ല എങ്കിൽ
അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ടൊരു ഫാസമായിരിക്കും അതിൻ്റെ അനന്തരഫലം. ഞാൻ ആ പദം ബോധപൂർവം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഫാസമായിരിക്കും അതിൻ്റെ അവസാന ഫലം. അത് ഈ രാജ്യത്തെ ജനാധിപത്യ ശക്തികളെയും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും കൃത്യമായിട്ട് RSSൻ്റെ പ്രത്യശാസ്ത്ര നിലപാട് സ്വീകരിച്ച് വിശദീകരിച്ച ഗോൾവാൾക്കർ പറഞ്ഞതുപോലെ അന്നത്തെ ആ കാലഘട്ടത്തിലെ ഫാസിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രമായിരുന്ന ജർമ്മനിയെ, ഹിറ്റ്ലറെ ന്യായീകരിച്ചുകൊണ്ട് അവിടെ വംശശുദ്ധിക്ക് വേണ്ടി ഫലപ്രദമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയത്. 60 ലക്ഷം ജൂതന്മാരെയാണ് ഗ്യാസ് ചാമ്പറിലിട്ട് കൊന്നത്. ആ കൊന്നതാണ് ഇവിടെ RSSൻ്റെ സംഘ സംവിധാനത്തിൻ്റെ സർസംഘചാലക് ആവേശത്തോടുകൂടി കോട്ട് ചെയ്തു. അപ്പോൾ ആഭ്യന്തര മേഖലയിൽ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്ത് ഇവിടെയും വംശശുദ്ധി ഉണ്ടാക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം വിചാരധാരയിൽ കൃത്യമായിട്ട് എഴുതിയത്. ഇവിടെ ആഭ്യന്തര ശത്രു ആരാണ് എന്നുള്ളതിനെപ്പറ്റി വിശകലനം ചെയ്തിട്ടുണ്ട്. 1 മുസ്ലിമാണ്, 2 മിഷണറീസാണ്, 3 മാർക്സിസ്റ്റാണ്, 3 M ആണ്. ഈ 3നെയും ഉന്മൂലനം ചെയ്യുക, എന്നിട്ട് വംശശുദ്ധി കൈവരിക്കുക, എന്നിട്ട് ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നീങ്ങുക, ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുക. ഇതാണ് വിചാരധാരയുടെ പ്രത്യശാസ്ത്രപരമായ നിലപാട്. ആ നിലപാടിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയും സംഘപരിവാർ വിഭാഗങ്ങളും അതിൻ്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന RSSും ഇപ്പോഴും നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. ഇതാണ് ഒരു ഭാഗം. ഇതിനെതിരായി അതിവിപുലമായ മതനിരപേക്ഷ ഐക്യപ്രസ്ഥാനം രൂപപ്പെട്ടു വരണം. BJPക്ക് 37% വോട്ടേ ഉള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിച്ചാൽ. BJP കാണിക്കുന്ന ഈ വെപ്രാളത്തിൻ്റെ എല്ലാം അടിസ്ഥാനം ആ കണക്ക് തന്നെയാണ്. BJP എതിർക്കാൻ തയ്യാറുള്ള എല്ലാവരും ചേർന്ന് ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുത്താൽ BJPയെ പരാജയപ്പെടുത്താൻ നേരത്തെ പറഞ്ഞ 37% പുറത്തുള്ള 63% ചേർത്ത് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെട്ടാൽ പിന്നെ BJPക്ക് ഇന്ത്യയിൽ ജയിക്കാനാവില്ല എന്ന കാര്യം ആരെക്കാളും നന്നായിട്ട് അറിയുന്നത് BJPക്ക് തന്നെയാണ്. 370, 400 പുറത്ത് പറയുന്നുണ്ടെങ്കിലും വല്ലാതെ വേവലാതിയിലാണ് BJP ഉള്ളത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ ഒപ്പമാണ് BJPയെ പ്രതിക്കൂട്ടിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒപ്പം തന്നെ കടന്നു വന്നത്. അത് ഇലക്ഷൻ ഫണ്ടാണ്. അതിന് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള പേരാണ് ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇലക്ഷൻ ഫണ്ടാണ്. ഇലക്ഷൻ ഫണ്ട് സംബന്ധിച്ചുള്ള കാര്യം സമൂഹ മധ്യത്തിൽ വിവസ്ത്ര അനുഭവമാണ് BJPക്ക് ഉണ്ടാക്കിയത്. അവരുടെ എല്ലാ ഉടുപ്പും വസ്ത്രങ്ങളും മുഴുവൻ ഇല്ലാതായിരിക്കുക. എന്തായിരുന്നു നരേന്ദ്രമോദിയുടെ എല്ലാം പ്രസംഗം? അഴിമതിക്കെതിരായിട്ട്, അഴിമതിയാതിശക്തിയായിട്ട് എതിർത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഈ ഇലക്ഷൻ ഫണ്ടോടുകൂടി നമ്മളിങ്ങനെ പറയുന്നത്. ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നതാണ്. ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. സത്യം പറഞ്ഞാൽ ഫണ്ടാണ്. അതാരോടാണ് വാങ്ങേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത് എന്നത് സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയേണ്ട കാര്യമില്ല. ആരോടും വാങ്ങാം, ആർക്കും കൊടുക്കാം. ഇതായിരുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ നിയമം. ആ നിയമം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് CPIM. അതുകൊണ്ട് ഞങ്ങൾ ആ ബോണ്ടിൽ അംഗമാവുന്നില്ല, അതിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നും, ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രക്രിയ ആയതുകൊണ്ട് ഇതിനെ ശക്തിയായിട്ട് എതിർക്കുക, കോടതിയിൽ തന്നെ പോവുക, സുപ്രീം കോടതിയിലേക്ക് പോവുക എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് CPIMൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിലേക്ക് ഇതിനെതിരായിട്ടുള്ള കേസുമായിട്ട് പോയത്.
ഇന്ത്യയിൽ ഈ നിലപാടിനെതിരായി കേസുമായിട്ട് സുപ്രീം കോടതി പോയ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി CPIM ആണ്. എന്താണ് CPIM മറ്റു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതിന് കൃത്യമായ ഉദാഹരണമാണ്. അല്ലെങ്കിൽ ലെഫ്റ്റും ഈ പറയുന്ന പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നതാണ് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്നെല്ലാവർക്കും അറിയാം. കേസ് വന്നപ്പോൾ ഇവിടെ തന്നെ ചില പത്രങ്ങൾക്ക് മാർക്സിസ്റ്റുകാർ കിട്ടിയില്ല എന്നാണ്. അവർക്ക് ആഗ്രഹം അങ്ങനെയാണ്, അങ്ങനെ പറയാനാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. മാർക്സിസ്റ്റുകാർക്ക് ഫണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകാരും ഇവരെ പോലെ തന്നെ എല്ലാം ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷെ കിട്ടാതെ കൊണ്ട് കിട്ടിയില്ല എന്നല്ല. അത് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കാൻ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ പലതും അറച്ചു നിൽക്കുകയായിരുന്നു, മറച്ചു നിൽക്കി. ഇപ്പം പിന്നെ ഗത്യന്തരമില്ലാതെ അവർക്ക് പറയേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടേ ഇല്ല. SBIയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള അവർ തീരുമാനിച്ച കേന്ദ്രത്തിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തില്ല. മാത്രമല്ല ഇത് വാങ്ങില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. മാത്രമല്ല ഇത് വളരെ പ്രധാനമായിട്ടും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും കോടതിയിലേക്ക് പോവുകയും കോടതി ഇപ്പോൾ കൃത്യമായിട്ട് വിധി വരികയും ചെയ്തിരിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധി വരുന്നതിന് തൊട്ട് 3 ദിവസം മുമ്പ് 10,000 കോടി കൂടി അച്ചടിക്കാൻ തീരുമാനിച്ചു കൊടുത്തതാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ഇലക്ഷന്. അപ്പോൾ ഈ ഇലക്ഷന് ഒന്നിൻ്റെ മുഖവില 1 കോടിയാണ്. അതാണ് സാധാരണ 10,000 പറയണമെങ്കിൽ 1 കോടിയാണ്. അങ്ങനെ വരുമ്പോൾ 10,000 കോടി. 10,000 കോടി ഇപ്രാവശ്യത്തെ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബോണ്ട് അടിക്കാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ വന്നത്. ആ ഇടപെടൽ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് പിന്നീട് അത് നിർത്തിവെക്കേണ്ടി, കുറേ കഴിഞ്ഞിട്ടാണ് പിന്നീട് നിർത്തിവെക്കേണ്ടി വന്നിട്ടുള്ളത്. എല്ലാ പേരും കള്ളന്മാരോടും, ഞാൻ ആ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്, എല്ലാ പേരും കള്ളന്മാരോടും, കുറ്റവാളികളോടും, കാര്യം സാധിപ്പുകാരോടും കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഭീഷണിപ്പെടുത്തി അതിൻ്റെ ഭാഗമായിട്ട് പണം സ്വരൂപിക്കുന്ന പണിയാണ് BJP എടുത്തത്. അതാണ് ഇലക്ഷൻ ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഗുണ്ടാ പിരിവ്. എന്നിട്ട് യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസമില്ലാതെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഴിമതിക്ക് എതിരാണെന്ന്. ഇതുപോലെ ഇത്ര ഗുരുതരമായ അഴിമതി വേറെ ആരാ ഈ ഇന്ത്യയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്? 12,000 നേരത്തെ പറഞ്ഞു, 10,000 കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ വിവരാവകാശ നിയമം അനുസരിച്ച് കൃത്യമായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. 10,000 കോടി ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പിരിക്കാൻ തീരുമാനിച്ചതാണ്. അതുമാത്രമല്ല, വളരെ രസകരമായ ഒരു സംഭവം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ പാർട്ടികളുടെ പട്ടികയിലാണല്ലോ BJPയും കോൺഗ്രസും ഉൾപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു നേതാവിൻ്റെ ഭർത്താവ്, പേരെല്ലാം നിങ്ങൾക്കറിയുന്നതാണ്, ഈ കേസിൻ്റെ ഭാഗമായിട്ട് കുടുങ്ങി. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 170 കോടി രൂപയാണ് ബോണ്ടിൽ കൊടുത്തത്. ഇല്ലേ നമ്മുടെ മുമ്പിലുള്ള ചിത്രം? ഇതിനല്ലേ എന്ത് രാഷ്ട്രീയ പ്രവർത്തനം എന്നാ പറയുക? ശരിയായ രീതിയിൽ ഗുണ്ടാ പിരിവ് നടത്തി, കോടാനുകോടി അഴിമതി നടത്തി, എല്ലാ കള്ളപ്പണവും വെളുപ്പിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തി, ഏറ്റവും വലിയ കുറ്റവാളികളെ കുറ്റവിമുക്തമാക്കി, അതിൻ്റെ എല്ലാ ഫലമായിട്ട് ഫണ്ട് വാങ്ങി. ഈ ഒരു സ്ഥിതിയാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഇന്ത്യയുടെ ചിത്രം. ഇതൊരു പുതിയ സംഭവമാണ്. ആ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മുന്നിൽ BJPയെ പൂർണ്ണാർത്ഥത്തിലുള്ള വിവസ്ത്രധാരികളാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം. ഇങ്ങനെ ഒരു വിധി സുപ്രീം കോടതി കൈകാര്യം ചെയ്തപ്പോൾ ആ സുപ്രീം കോടതിക്കെതിരായിട്ട് അതിശക്തിയായ വിമർശനവുമായിട്ട് വരുന്നത് വേറെയാരുമില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ്. ഈ ഒരു വിധി മാത്രമല്ല, നിരവധി വിധി, ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന നിരവധി വിധികൾ അവിടെ നിലപാടിന് ഘടകവിരുദ്ധമാണെന്നുള്ളത് കൊണ്ട് അതെല്ലാം വെച്ച് വലിയ അസംതൃപ്തിയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് 600 അഡ്വക്കേറ്റ്സ് ഒപ്പിട്ട വീണ്ടും പരിശോധിക്കണമെന്ന കോടതിക്ക് അയച്ചിട്ടുള്ള കത്തുകൾ. അതിൻ്റെ പിന്നിൽ വേറെ ആരുമില്ല. അതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ട് പറയാൻ പറ്റും നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. കോടതിക്കെതിരായിട്ട് ഏറ്റവും വലിയ വിമർശനത്തിനിടെ ഒരു പ്രാവശ്യം ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ നടത്തി. അത്
കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചാണ്ടിക്കണ്ടിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നം. ഒരാളെ അവർക്ക് ഇഷ്ടമുള്ള ആളെ ജയിപ്പിച്ചു. അതിൽ അവസാനം കോടതി ഇടപെട്ടിട്ട് വിളിച്ചു വരുത്തി നോക്കിയപ്പോൾ ജയിക്കാനുള്ളൊരു സാധ്യതയില്ല, തോറ്റു. എന്നിട്ട് ജയിക്കേണ്ടവർ ജയിച്ചു. അത് ഉണ്ടാക്കിയിട്ടുള്ള പ്രതികരണം വളരെ വളരെ വലുതായിരുന്നു. ഇങ്ങനെയുള്ള വിധികളൊക്കെ ഓരോന്നോരോന്ന് വന്നപ്പോൾ എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. ഒരു ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, അത്ര പരിഹാസ്യമായ രീതിയിലാണ് ജുഡീഷ്യറി അദ്ദേഹം വിശകലനം ചെയ്തത് എന്ന് അതിൽ നിന്ന് മനസ്സിലാവും. ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി പോയ കുചേലൻ്റെ കയ്യിൽ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച അവിൽപ്പൊതി ശ്രീകൃഷ്ണന് കൊടുത്താൽ അത് കൈക്കൂലിയാവണമെന്ന് നീ കോടതി പറയുമെന്നാണ്. ഇതിനപ്പുറം എന്താ വിശദീകരിക്കാനുള്ളത്? കോടതിയെ സംബന്ധിച്ചുള്ള അവഗണന അത്ര കൂടുതലാണ്. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. ജുഡീഷ്യറിയോടുള്ള ഏറ്റവും കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. നിങ്ങൾ കണ്ടതിനും കേട്ടതിനും എല്ലാം അഴിമതിയാണെന്ന് പറയുന്നു എന്നതിനെ ഉദാഹരിച്ച് പുരാണത്തിൻ്റെ ഭാഗമായിട്ട് ശ്രീകൃഷ്ണനെയും അതുപോലെ തന്നെ കുചേലനെയും നിങ്ങൾ രണ്ടിനെയും താരതമ്യം ചെയ്ത് വിശദീകരിക്കുകയാണ്. അത് അഴിമതിയെ ഏറ്റവും ശക്തിയായിട്ട് മൂടി വെക്കാനാണ്. ആ മൂടി വെക്കുന്ന പ്രവണതയിലേക്ക് പോകാനാണ് കോളേജിയം മാറ്റി എക്സിക്യൂട്ടീവ് തീരുമാനം ജഡ്ജി നിയമനത്തിൽ വേണമെന്ന് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് തീരുമാനിക്കും ആരാവണം ജഡ്ജി, ആരാവണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അതിലേക്ക് വന്നാൽ പിന്നെ വേറെ വിധിയെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല. എന്തായിരിക്കും വിധി എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ആളുകൾക്ക് പൂർണ്ണമായിട്ടും ജുഡീഷ്യറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ മേഖലയിലേക്ക് കടന്നു കയറാൻ സാധിക്കുന്ന ഒരു സാഹചര്യം വേണമെന്ന് പച്ചയായിട്ട് സുപ്രീം കോടതിയിൽ വാദിച്ചവരാണ് BJP, അതിൻ്റെ ഗവൺമെൻറ്റും. അതിൻ്റെ തന്നെ വേറൊരു പതിപ്പാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആരാവണം, എങ്ങനെ തീരുമാനിക്കണം. മുമ്പ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ചേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു നേതാവും. പ്രതിപക്ഷ നേതാവ് ആണെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ഇല്ലെങ്കിൽ വേറൊരു നേതാവ്. ഈ മൂന്നാളും കൂടി ചേർന്ന് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ പ്രതിപക്ഷവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി പിന്നെ ഭരണ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാളുമായി ഭരണം. എന്താ പറഞ്ഞത്? ഭേദഗതി വരുത്തിയിട്ട് പറഞ്ഞു, ഇനി ചീഫ് ജസ്റ്റിസ് വേണ്ട, ഇനി ഞാനും എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്നു അമിത്ഷാനെ എടുത്തു എന്നുള്ളത് വേറെ കാര്യം. അമിത്ഷാ ആയാൽ മതി, ഞാനും അമിത്ഷയും വന്നാൽ മതി. പിന്നെ പ്രതിപക്ഷത്ത് ഒരാൾ വെറുതെ വിളിക്കുന്നതാണ്, രണ്ടാൾ തന്നെ ഭൂരിപക്ഷമായി. അപ്പോൾ അവർ എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷണർ, CAG, CBI, ED എല്ലാം അവർ തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനത്തിലേക്കൊന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇല്ലാതാവുന്നു. ഇതിനെല്ലാം പേര് പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാണ്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ അവസ്ഥ. ഇത് ഫാസിസത്തിൻ്റെ കൈവഴികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓരോന്നിനെയും അടുക്കി വെച്ച് പരിശോധിച്ചാൽ ഇതെല്ലാം ഇന്ത്യ ഫാസിസത്തിലേക്ക് നീങ്ങാൻ അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഫാസിസം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചത്. 60 ലക്ഷം നേരത്തെ പറഞ്ഞ ജൂതന്മാരെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ ചുറ്റുപാട് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. ഇങ്ങനെയൊരു സാഹചര്യം രാജ്യത്ത് വരാതിരിക്കണമെങ്കിൽ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളെല്ലാം ചേർന്ന് മുമ്പോട്ടേക്ക് പോകണം. അതിന് ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാനുള്ള ശേഷി, കഴിവ്, സംഘടനാപരമായിട്ടുള്ള കരുത്ത്, ആശയപരമായ വ്യക്തത പ്രകടിപ്പിക്കാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുരന്തപൂർണമായ ഒരവസ്ഥ. അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇവിടെ ഏറ്റവും അവസാനം വന്ന വാർത്ത അരുണാചൽ പ്രദേശ് 2016 വരെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റായിരുന്നു, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അവിടെ അവർക്ക് നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ആ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 44 സീറ്റ് 2016 അവർ ജയിച്ചിരുന്നു. 60 സീറ്റാണ് ആകെ. അതിൽ 44 സീറ്റോടുകൂടി മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയായിരുന്നു. എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് പേമ ഖണ്ഡു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ഉൾപ്പെടെ 43 ആൾ കൂറുമാറി.
ആ മുഖ്യമന്ത്രി ഉൾപ്പെടെ 43 ആൾ ഊറുമാറി BJP ആദ്യം BJP ചേർന്നില്ല. ആദ്യം അവിടെ ഒരു പ്രാദേശിക പാർട്ടിയിൽ ചേർന്നു. ആ പ്രാദേശിക പാർട്ടി എന്ന് പറയുന്നത് പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ എന്ന പാർട്ടി ചേർന്നു. ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഒപ്പം ചേർന്ന് BJP ചേർന്നു. എന്നിട്ട് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ആയ BJPക്കാരെല്ലാം വീണ്ടും മത്സരിച്ചിട്ട് അവിടെ BJP മുഖ്യമന്ത്രിയായി. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി BJP മുഖ്യമന്ത്രിയായിട്ട് വന്നു. ഞാനിതിവിടെ പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാനാണ്. ഇപ്രാവശ്യത്തെ അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 5 സീറ്റിൽ മത്സരിക്കാൻ ആളില്ല. എതിരില്ലാതെ BJP ജയിച്ചു. എതിരില്ലാതെ BJPയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ്സാണ് നിലകൊള്ളുന്നത്. ഒരാളെ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് പോലും മത്സരിപ്പിക്കാൻ ഒരു സീറ്റിൽ ഒരാളെ നിർത്താൻ കോൺഗ്രസ്സിനാകുന്നില്ല എങ്കിൽ ആ കോൺഗ്രസിനെ പറ്റി എന്താ പറയുക? ആ കോൺഗ്രസിൻ്റെ പേരെന്താ? ഒരു ജനാധിപത്യ പ്രക്രിയയിൽ തകർന്ന കഴിഞ്ഞ പ്രാവശ്യം 4 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ വേറൊരു രസം, ആ 4 സീറ്റ് കിട്ടിയാൽ 3 ആളും പോയി രാജിവെച്ചു. അവരും BJP ചേർന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 4 സീറ്റ് കിട്ടി. കാരണം പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരെല്ലാം BJP ചേർന്നതിന് ശേഷം ആ 4 കിട്ടിയതിൽ 3 ആളിപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. പിന്നെ അവശേഷിക്കുന്ന ഒരു കോൺഗ്രസ്സാണ്. അവിടെ ഇപ്പോൾ 5 എണ്ണത്തിൽ മത്സരിക്കുന്നേ ഇല്ല. അപ്പോൾ ആകെയുള്ള 60 സീറ്റിൽ മത്സരിക്കാൻ തന്നെ ആളെ കിട്ടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയതിനെപ്പറ്റി ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടും എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇവിടെ പൗരത്വ പ്രശ്നം വളരെ സജീവമായ ചർച്ച തന്നെയാണ്. അതിലും അവർക്ക് യാതൊരു നിലപാടില്ല. കേരളത്തിൽ വന്നിട്ട് ചിലപ്പോഴൊക്കെ പറയുന്നു എന്നല്ലാതെ അതിപ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞല്ലോ രാജ്മോഹൻ ഉണ്ണിത്താൻ, പൗരത്വം അധികം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് രാജ്യവിരുദ്ധവും പിന്നെ ജനാധിപത്യ വിരുദ്ധവും എല്ലാ വിരുദ്ധവുമാകുന്നു. അവിടെ അധികം പറയേണ്ട, വർഗീയവാദിയാവുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അവസരവാദപരമായ സമീപനമാണ്. കേരളത്തിൻ്റെ അപ്പുറം കടന്നാൽ പൗരത്വ ഭേദഗതിയില്ല, അതിനെതിരായിട്ടുള്ള നിലപാടില്ല. അവിടെ അഖിലേന്ത്യാ പ്രസിഡന്റിനോട് തന്നെ ചോദിച്ചപ്പോൾ നാളെ പറയാമെന്ന് പറഞ്ഞു. ഇത്രവരെ നാളെയായിട്ടില്ല. അതേപോലെ രാഹുൽ ഗാന്ധി ഈ ജാതിയൊക്കെ നടത്തിയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും ഈ കാര്യം പരാമർശിച്ചിട്ടേ ഇല്ല. പൗരത്വ ഭേദഗതി നിയമമെന്ന ഒരു മതരാഷ്ട്രമാക്കാനുള്ള BJPയുടെ ഏറ്റവും ശരിയായ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടിനെ അതിനിശിതമായിട്ട് വിമർശിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുന്നുള്ളൂ. ഒരേ നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾ മാത്രമാണ്. ഞങ്ങൾ അന്നും ഇന്നും ഒരേ നിലപാടാണ് സ്വീകരിച്ചത്. ഇത് മതരാഷ്ട്രത്തിലേക്കുള്ള യാത്രയാണ്. ഇതിനെ പിടിച്ചുകെട്ടാതെ ഈ ഇന്ത്യയെ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമെന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ അന്നും പറഞ്ഞു. VD സതീശൻ കേൾക്കുമ്പോൾ തന്നെ പ്രയാസമാണ്. ഈ മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇത് തന്നെ പറയും, ഇനിയും പറയും, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പറയും. കാരണം ഇത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന ഒന്നാണ്. അതിനെയാണ് ശിഥിലമാക്കുന്നത്. അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെന്താ പറഞ്ഞത്? ഇവിടെ നടപ്പിലാക്കേണ്ടി വരും. എന്താ സമീപനം? നടപ്പിലാക്കേണ്ടി വരില്ല, നടപ്പിലാക്കില്ല. അതാണ് കോടതി പോയത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ അതിശക്തിയായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീക്കാൻ ശ്രമിച്ചപ്പോഴും ജനങ്ങളോട് പറയേണ്ടത് പറഞ്ഞു. അവിടെ കേന്ദ്രത്തിൽ എതിരായ സമരം നടത്തി കോടതിയിൽ പോയി. കാരണം ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അതിവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. 57,000 കോടി രൂപയാണ് ഈ മാർച്ച് അവസാനിക്കുമ്പോൾ തരാതിരിക്കുന്നത്. 7,000 കോടി രൂപയാണ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ഭാഗമായിട്ട് വിഹിതം തരാൻ ബാക്കി വെച്ചിട്ടുള്ളത്. അത് അന്നേരം ഇവിടെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു ഒന്നും കൊടുക്കാനില്ല. അവസാനം മനോരമയ്ക്ക് പറയേണ്ടി വന്നു 700-ലധികം കോടി രൂപ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, ഇനിയും കിട്ടാനുണ്ട് എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു. അപ്പോൾ കള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾ മാത്രമല്ല, മാധ്യമങ്ങൾ അതിൻ്റെ മുമ്പിൽ, അതിൻ്റെ ഒപ്പം തന്നെ ഈ ഭൂസ്വ രാഷ്ട്രീയ പാർട്ടികളും ശക്തിയായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണിത്, അല്ലാണ്ട് ഗവൺമെൻറ് വേണ്ടിയിട്ടില്ല. ഇവിടെ 62 ലക്ഷം ആളുകൾക്ക് 1,600 രൂപയാണ് 1000 രൂപയാണ് ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വർദ്ധിപ്പിച്ചത്. അത് കൃത്യമായിട്ട് മാസാമാസം കൊടുക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കൊടുക്കാൻ സാധിക്കുന്നില്ല. 1,600 എന്നുള്ളത് 2,500 ആക്കണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡല്ല, ഞങ്ങൾ അംഗീകരിച്ച നിലപാടാണ്. അത് കൊടുക്കാൻ സാധിക്കുന്നില്ല. ക്ഷാമബത്ത DA ഉൾപ്പെടെയുള്ളത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അധ്യാപകർക്ക്, ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്. അതിൻ്റെ ഒരു ഗഡു മാത്രമേ ഇപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞത്. പെൻഷൻ്റെ ഭാഗമായിട്ട് ഒരു ഗഡു ഇപ്പോൾ കൊടുത്തു, 2 ഗഡു കൊടുക്കുകയാണ്. കടം വാങ്ങി കൊടുക്കുകയാണ് ഗവൺമെൻറ്.
ഗവൺമെൻറ് കയ്യിൽ പണം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ 62 ലക്ഷത്തിന് നല്ല ധാരണയുണ്ട്. കാരണം ഇടതുപക്ഷ ഗവൺമെൻറ് മാത്രമാണ് ഇതിന് എന്തെങ്കിലും ചെയ്തിട്ടുള്ളതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് വളരെ ഫലപ്രദമായി കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും സമരങ്ങളും നടത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു MP 18 MP ഉണ്ട് ഇവർ. ഒരു MP കേരളത്തിൻ്റെ ആവശ്യം പാർലമെൻറ്റിൽ മിണ്ടിയിട്ടില്ല. അഥവാ മിണ്ടിയത് മുഴുവൻ കേരളത്തിനെതിരാണ്. ഇവർ 5 കൊല്ലക്കാലം ഈ കേരളത്തിൻ്റെ ഭാഗമായിട്ട് MP മാരായിട്ട് പോയല്ലോ 18 ആൾ. ഒരു കാര്യവും മിണ്ടിയിട്ടില്ല കേരളത്തിന് വേണ്ടി. കേരളത്തിനെതിരായിട്ടാണ് നിരന്തരമായി അവിടെ എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞത്. ചിലർ മിണ്ടിയിട്ടില്ല, എന്തെങ്കിലും മിണ്ടിയിട്ടുള്ള ഒരാൾ തന്നെ പറഞ്ഞത് കേരളത്തിനെതിരായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഒരു വികസനവും നടത്താൻ പാടില്ല എന്നാണ് പ്രതിപക്ഷ കാഴ്ചപ്പാട്. ഒരു വികസനവും നടത്താൻ ഞങ്ങൾ കേരളത്തിൽ അനുവദിക്കില്ല. കാരണം വികസനത്തിന് വോട്ടുണ്ട്. ആ വികസനം നടത്തിയാൽ കേരളത്തിൽ 2ാം ടേം വീണ്ടും ഗവൺമെൻറ് വന്നിരിക്കുകയാണ്. ഇനി 3ാം ടേം വരാതിരിക്കണമെങ്കിൽ ഒരു വികസനവും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് രാഷ്ട്രീയ തീരുമാനമെടുത്ത് വിശദീകരിച്ച് അതിൻ്റെ ഒപ്പം മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടികളുമാണ് കേരളത്തിൽ. അതിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന ഒരു പ്രസ്സാണ്. പ്രസ് മാത്രമല്ല, മാധ്യമമാണ്, മാധ്യമ ശൃംഖലയാണ് ഈ കേരളത്തിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും വലതുപക്ഷ ആശയവൽക്കരണവും ഏറ്റവും ഫലപ്രദമായി നടക്കുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളത്തിലെ മാധ്യമ ശൃംഖല. അതിൻ്റെ വർഗപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറഞ്ഞു വെച്ചില്ലെങ്കിൽ നിങ്ങളെപ്പറ്റി നിങ്ങൾ തന്നെ വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ ഞാനിത് പറഞ്ഞിട്ടില്ല എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഇത്. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഇന്ത്യയിലെ ഒരു പദ്ധതിയാണ്. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം കൊണ്ട് ഇന്ത്യ നേടിയതാണ് 1ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. നമുക്ക് മാത്രം ഏറ്റവും ചുരുങ്ങിയ കൂലി, ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏത് പാവപ്പെട്ട തൊഴിലാളിക്കും കർഷക തൊഴിലാളിക്കും ഒക്കെ ഒരു 750-800 രൂപ കൂലിയുണ്ട്. ഇവിടെ നമുക്ക് തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ ആകെ വർദ്ധിപ്പിച്ചത് 13 രൂപ, കർണാടകത്തിന് വർദ്ധിപ്പിച്ചത് 33 രൂപ, തമിഴ്നാടിന് 25 രൂപ, ആന്ധ്രക്കും അതുപോലെ തന്നെ തെലുങ്കാനയ്ക്കും വർദ്ധിപ്പിച്ചിട്ടുള്ളത് 33 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് വളരെ ചെറിയ കൂലിയാണ്. അതിൽ പരമാവധി സ്ത്രീകളാണ്. അവർക്ക് കിട്ടുന്ന ആ വരുമാനം പോലും കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിച്ചത്. മാത്രമല്ല നമ്മുടെ തൊഴിൽ ദിനങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നു. ഫലപ്രദമായിട്ട് ഇടപെട്ട് ഇപ്പോഴത് വർദ്ധിപ്പിച്ച് 10.50 എത്തിയിട്ടുണ്ട്. 6,000 ആദ്യം തന്നത്, 6 കോടി തൊഴിൽ ദിനം. അപ്പോൾ അത് മാറ്റിയിരിക്കുമ്പോൾ അതിലേക്ക് എത്തിക്കാൻ നമുക്ക് നിരന്തരമായ ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലും വിവേചനം തന്നെയാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള രീതി. അതിന് വോട്ട് കൂടാൻ വേണ്ടിയാണല്ലോ അവർ വർക്ക് ചെയ്തത്. പൂർത്തിയാവാത്ത ഒരമ്പലം, ശങ്കരാചാര്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് അവലക്ഷണമാണ്. 2025 ഡിസംബറിൽ മാത്രമേ അതിൻ്റെ 1ാം നില പൂർത്തിയാവുള്ളൂ. രാമക്ഷേത്രത്തിൻ്റെ 1ാം നില പൂർത്തിയാകുന്നത് 2025 ഡിസംബറിലാണ്. അതിനു മുമ്പ്, അത് പൂർത്തിയാകുന്നതിന് മുമ്പ് സാധാരണ ഹിന്ദു ആചാരം അനുസരിച്ചുകൊണ്ട് തന്നെ ശങ്കരാചാര്യർ പറയുന്നത് ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യേണ്ടുന്ന രീതിയല്ല, ഇങ്ങനെയല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഭരണത്തിൻ്റെ ഭാഗമാണെങ്കിൽ പ്രസിഡൻ്റാണ് നമ്പർ 1 പ്രോട്ടോക്കോൾ, 2nd വൈസ് പ്രസിഡൻ്റാണ്, 3rd പ്രധാനമന്ത്രി. ഇവർ രണ്ടാളെയും ഒഴിവാക്കിയിട്ട് പ്രധാനമന്ത്രി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരുന്നത് രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയമാണ്. ആ വർഗീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള ഒരു പ്രചരണ ആയുധമായി ഇതിനെ രാമക്ഷേത്രത്തെ ഉപയോഗിക്കാം എന്നാണ് അവർ കണ്ടത്. കേരളത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് കൂടി വന്ന പരിധത്തിൽ എന്ത് വോട്ട് കൂടെ ബി ജെ പിക്ക് എവിടെ നിന്ന് വോട്ട് കൂടുന്ന അതെല്ലാം ജനം മറന്നില്ല. അതിൻ്റെ മുന്നിലേക്ക് വന്നില്ലേ ഇത്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഫണ്ട് കോടാനുകോടി ഉറപ്പിക്കുക പിരിക്കുന്ന 9,000-അടുത്ത് കോടിയാ, 9,000-അടുത്ത് കോടി പിരിക്കുന്ന ഈ BJPയുടെ നിലപാട് വെച്ചിട്ട് നിങ്ങൾ രാമക്ഷേത്രം മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ പൂർണ്ണമായി വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. ഒരു വിശ്വാസത്തെയും ഞങ്ങൾ എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും പാർസി ആയാലും സിഖ് ആയാലും അവരവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അവർക്ക് അമ്പലത്തിൽ പോകാൻ, പള്ളിയിൽ പോകാൻ, ചർച്ചിൽ പോകാൻ, ഇനി എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാനുള്ള ജനാധിപത്യ അവകാശം ഇന്ത്യയിലുണ്ട്. ആ ജനാധിപത്യ അവകാശം കാത്തു സൂക്ഷിക്കണം എന്ന വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് CPIM. അവിടെ വിശ്വാസത്തിൻ്റെ പേരിൽ
വല്ലാത്ത രീതിയിൽ എന്തെങ്കിലും മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതായിരുന്നു. അതിലൊന്നും വലിയ കാര്യമില്ല. വെറുതെ വിട്ടു. ഓ ഒരു പ്രതിനെ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം കോമ്പൻസേഷൻ പോലും കൊടുത്തിട്ടില്ല. പിന്നെ ന്യൂനപക്ഷ പ്രേമത്തിന് ഇതിന്റെ അവസ്ഥ അതല്ലേ ജുഡീഷ്യറി കേക്ക് വെറുതെ ഇതിലെല്ലാം മനസ്സിലാവാണ്ട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. എന്താ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ 3 കാര്യത്തെപ്പറ്റി ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് അറിയാമല്ലോ. ഒന്നും കൂടി പറയണം. എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ. ഈ ലെജിസ്ലേച്ചറിലാണ് 5 കൊല്ലം കൂടുമ്പോൾ മാറ്റം വരുന്നത്. എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും തുടർച്ചയാണ്, മാറ്റമില്ല. ഇതിപ്പോൾ ജുഡീഷ്യറിയുടെ മുമ്പിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. വളരെ ഫലപ്രദമായിട്ട് ആ കേസ് കൈകാര്യം ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് അവസാനം വരെയുള്ള വിവരം. ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ പോലും എന്തെങ്കിലും ഒരു പഴുതുണ്ട് എന്ന് ആരും പറഞ്ഞില്ല. അപ്പോൾ കൃത്യമായിട്ട് ചാർജ് ഷീറ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, കൃത്യമായ രീതിയിലുള്ള എക്സിക്യൂഷൻ നടന്നിട്ടുണ്ട്. ആരും കാലുമാറിയിട്ടില്ല, ഒരു പ്രതി പോലും കാലുമാറിയിട്ടില്ല. എല്ലാ സാക്ഷികൾ ആരും കാലുമാറിയിട്ടില്ല. ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കേസ് കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. എന്നിട്ട് വിധി വന്നിരിക്കുന്നു. ആ വിധി നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന വിധിയല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ രീതിയിലുള്ള ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ, ഇവിടെ തുടങ്ങില്ലേ ഉള്ളൂ. നല്ല രീതിയിൽ വെറുതെ പറയാണ്, ആവശ്യമില്ലാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കേണ്ട. അദ്ദേഹം ഒരു CPM-ഉമായിട്ട് ഇനി അതൊക്കെ കേസ് വാദിക്കാൻ ഏത് CPM-നും എവിടെയും പോയി കേസ് വാദിക്കാം. അതിന് ഞങ്ങൾ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല, പൊളിറ്റിക്കലല്ലാതെ. പക്ഷേ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റാണ്. ബാർ അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭാഗമായിട്ട് മത്സരിച്ച ആളാണ്. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ കാര്യം ഉന്നയിച്ചിട്ട് CPM-ന്റെ മേലെ കെട്ടാൻ ഏതാ പത്രം? ഭീഷണാണ്. അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ CPM ഭീഷണായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഭീഷണായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ മനസ്സിലായല്ലോ. അത് എക്സിക്യൂട്ടീവിൽ മാറ്റമില്ല, ജുഡീഷ്യറിയിൽ മാറ്റമില്ല. മാറ്റം വരുന്നത് ലെജിസ്ലേച്ചറിൽ മാത്രം. ആ ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് അതിനെ കൃത്യമായിട്ട് കേസ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ആ കൈകാര്യം ചെയ്യാനുള്ള തീരുമാനം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ജുഡീഷ്യറിയുടെ മുമ്പിലാണ് കേസുള്ളത്. ആ ജുഡീഷ്യറിയുടെ മുമ്പിൽ വന്നിട്ടുള്ള കേസിൻ്റെ അകത്ത് എല്ലാ അർത്ഥത്തിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, അതിൽ കാലുമാറ്റം ഉണ്ടായിരുന്നില്ലല്ലോ, സാക്ഷികളാരും കൂറുമാറിയിട്ടില്ലല്ലോ, ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ വിധി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വിധിയല്ല ഉണ്ടായത്. ആ വിധി പറഞ്ഞിട്ടുണ്ട്. എവിടെയോ പോരായ്മയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ അതായിരുന്നില്ലേ. സുപ്രീം കോടതിയുടെ വിധിയുടെ മേലെ ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതാ സമീപനത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. ഇവർ ജഡ്ജസിനെ തീരുമാനിക്കേണ്ടതിൻ്റെ അധികാരാവകാശങ്ങൾ കോളേജിൽ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നവർ പറഞ്ഞു. എക്സിക്യൂട്ടീവ് തന്നെ ജുഡീഷ്യറിയെ തീരുമാനിക്കണം എന്നവർ പറഞ്ഞു. അങ്ങനെ പറയുന്ന ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരുപടി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിവിടെ കൈകാര്യം ചെയ്യണം. ഇനി അപ്പീൽ പോകാമല്ലോ നമുക്ക്. ഇനി എവിടെയെല്ലാം അപ്പീൽ പോകാൻ സൗകര്യമുണ്ട്. അപ്പീൽ പോയി ഇതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യണം തന്നെയാണ്. കുറ്റവാളികൾക്ക് ശരിയായ രീതിയിൽ ശിക്ഷ നൽകണം എന്ന് പറഞ്ഞാൽ കയറി പോയി ബെല്ലടിച്ച് പുറത്തിറക്കി വെട്ടിക്കൊന്നവരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. രണ്ടും ശരിയാണ്. മരിച്ചു എന്നുള്ളത് ശരിയാണ്, കൊന്നവരും വളരെ കൃത്യമാണ്. എന്നിട്ട് കേസ് വിധി പറയുമ്പോൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു വിധി വന്നിരിക്കുന്നു. ആ വിധിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇനിയും പരിശോധിക്കാൻ നമുക്ക് സൗകര്യമുണ്ട്. അതനുസരിച്ച് ആവശ്യമായ പരിശോധന നടത്തുകയും ചെയ്യണം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. ആവശ്യമായ എല്ലാ നിലപാടും ഗവൺമെൻറ് എടുക്കും. കൊണ്ടുവന്നത് മാത്രമല്ല, അന്നത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അന്ന് ഈ വിവരം മുഴുവൻ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ദിവസമാണ്. അതായത് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ള വിവരം പൂർണ്ണമായിട്ട് പുറത്തു വരുന്ന ദിവസമാണ് ഇതേ ചട്ടം തയ്യാറാക്കി പുറത്തു കൊണ്ടുവന്നത്. അതെല്ലാം ബോധപൂർവമാണ്. ഈ ഫാസിസ്റ്റുകൾക്ക് ഇങ്ങനൊരു നിലപാടുണ്ട്. ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ അജണ്ടകളുണ്ട്. അതാണ് പറഞ്ഞോ.
കേന്ദ്ര അവഗണന, സാമ്പത്തിക ഉപരോധം, വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളും ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ശക്തമായി ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി അത് മുഖ്യ പ്രശ്നമായിട്ട് LDF കൊണ്ടുവരുന്നത് ഒരു ഗുണകരമായ പ്രചാരണ തന്ത്രമാണ്. ഞങ്ങൾക്ക് ഗുണമാണോ എന്നാണോ? അല്ല, പൊതുവിൽ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇന്ത്യ ഇല്ലാതാക്കുന്നതാണ് കാര്യം. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഉള്ളടക്കുന്ന മതാധിഷ്ഠിത രാഷ്ട്രമാണ്. മതാധിഷ്ഠിത രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയില്ല, ഈ മതനിരപേക്ഷ ഉള്ളടക്കമില്ല, ഈ ജനാധിപത്യ സംവിധാനമില്ല, ഈ ഫെഡറൽ സംവിധാനമില്ല, ഭരണഘടനയുടെ മൂല്യമായിട്ട് മുമ്പേ ചൂണ്ടിക്കാണിക്കുന്ന സമത്വമില്ല. എല്ലാറ്റിൻ്റെയും അന്ത്യം വരുത്തുന്നതാണ് ഈ നിയമം. അതാ CPM കാണുന്നത്. അതുകൊണ്ട് അതിനെ പറ്റി പറയാതിരിക്കണം എന്നാണ് UDF ആഗ്രഹിക്കുന്നത്, സതീശൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞങ്ങളില്ല, ഞങ്ങൾ പറയും, ഇനിയും ശക്തിയായിട്ട് പറയും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പം പറയും, ഇനി ഗവൺമെൻറ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും പറയും. ആര് ആവശ്യമായ നിലപാട് സ്വീകരിക്കും, ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അല്ലെ, അതൊക്കെ കോടതിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് വരണ്ടല്ലേ? അത് നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കാം. കോടതിയുടെ വിധിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് CPM കാണുന്നത്. അതിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്നില്ല നമ്മുടെ അഭിപ്രായം. അത് DYFIക്കും AISFനും അതുപോലെ തന്നെ ഉള്ളവർക്കെതിരായിട്ട് വന്ന കേസാണ് ധാരാളം. നിങ്ങളാർക്കും ഒരു കേസ് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെതിരെ എന്തോ കേസ് വന്നിരിക്കുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കേസ് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്കെതിരായിട്ടാണ് കേസ്. ഈ ഗവൺമെന്റ് അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ, മൂന്നിനെ പറ്റി നല്ലവണ്ണം പഠിച്ചാൽ മനസ്സിലാവും. അത് മനസ്സിലാവാതാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ ചന്ദ്രിയല്ലേ, ഇരുന്ന് പഠിക്കും. ഇരുന്ന് പഠിച്ചാൽ ഈ കാര്യങ്ങളെ പറ്റി എല്ലാം വ്യക്തത വരും. അതുകൊണ്ട് ഞങ്ങൾ കേസെല്ലാം പിൻവലിക്കാൻ പറ്റുന്ന മുഴുവൻ കേസും പിൻവലിക്കും. ഇലക്ഷൻ പറ്റൂല. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല. അല്ല, ഇനിയും ഇപ്പോൾ ഒരു മാസമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ തീരൂലേ? അപ്പോൾ പിൻവലിക്കാം. നിങ്ങളതിൽ ബേജാറാവേണ്ട. അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ നിങ്ങളുടെ കേസൊന്നും അല്ല അതിൽ കൂടുതൽ. അങ്ങനെയാണ് നിങ്ങളിൽ ആളെ വിചാരം. അതിൽ ഏറ്റവും കൂടുതൽ കേസുള്ളത് DYFIക്കെതിരായിട്ടാണ്. അങ്ങനെ DYFIയുടെ കേസുണ്ട്, AISFന്റെ കേസുണ്ട്, അവരെല്ലാം കേസുണ്ട്. ആ കേസിൻ്റെ എല്ലാം ഭാഗമായിട്ട് അട്ടിപ്പേർ അവകാശപ്പെട്ട് പുറപ്പെടുകയൊന്നും വേണ്ട. അപ്പോൾ ആ കേസെല്ലാം പിൻവലിക്കാനുള്ള നിലപാടാണ്. പിൻവലിക്കാനാവുന്നതെല്ലാം പിൻവലിക്കാൻ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒറ്റ മാസം കൊണ്ട് തീർന്നൊന്നും ഇല്ലാന്നും. എന്തിനാണ് ബേജാറാവുന്നത്? അതൊക്കെ എൻ്റെ പിന്നിൽ രാഷ്ട്രീയം. ഞങ്ങൾക്ക് അതിൻ്റെയൊക്കെ പിന്നിലുള്ള രാഷ്ട്രീയമൊക്കെ തിരിച്ചറിയാനുള്ള ശേഷിയൊന്നും കേരളത്തിലില്ലെങ്കിൽ കേരളത്തിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഉണ്ടാകുമോ? നിങ്ങളെല്ലാം എഴുതുകയും നിങ്ങളെല്ലാം പറയുന്നത് നോക്കിയിട്ടാണ് കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ പിന്നെ കേരളത്തിൽ പൊളിറ്റിക്സ് ഉണ്ടോ? കേരളത്തിൽ ഇടതുപക്ഷമുണ്ടോ? സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യം ഞാൻ വീണ്ടും പറഞ്ഞതെല്ലാം മുമ്പ് പറഞ്ഞതെല്ലാം പറഞ്ഞാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണല്ലോ 13 റുപ്യ മാത്രം, ബാക്കിയുള്ളവർക്ക് 33 റുപ്യ. അതുപോലെ തന്നെ ആ രീതിയിലുള്ള വർധനവ് കേരളത്തിൽ തരില്ല. അപ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്യും. പെൻഷൻ്റെ കാര്യം കൈകാര്യം ചെയ്യും, ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചെയ്യും, രാജ്യത്തിൻ്റെ പൊതുവായ വികസനവുമായി ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യും, ഒക്കെ കൈകാര്യം ചെയ്യും. കേരളത്തിൻ്റെ വികസനം, കേരളം ഒരു 10-20 കൊല്ലം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നവകേരളം. അതിനാ പ്രവർത്തിക്കുന്നത്. വികസനത്തെ പറ്റി ഒന്നും പേടിച്ച് വിഷമിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഏത് മോഡി എത്രയായി ഉറപ്പ് പറഞ്ഞത്? 2 കോടി ആൾക്ക് തൊഴിൽ കൊടുക്കുന്നു പറഞ്ഞില്ല. ആ ഉറപ്പ് നടത്തിയോ? ഒറ്റ ചോദ്യം ചോദിക്കുക, അതിന് മറുപടി പറ. 2 കോടി ചെറുപ്പക്കാർക്ക് കൊല്ലം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 10 കൊല്ലം 20 കോടി ആൾക്ക് തൊഴിൽ കൊടുക്കണം. കൊടുത്തോ? അതിന് തരാട്ടുക. പിന്നത്തെ മോഡിൻ്റെ ഉറപ്പ് എന്ത് ഉറപ്പാണ്? മോഡിൻ്റെ ഉറപ്പ് മോഡിക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് മോഡി ഗ്യാരണ്ടിയും മോഡി ഉറപ്പല്ല ആളെ പറ്റിക്കുന്നതാണ്. അവനെ പറഞ്ഞു ഇല്ല. ആരാ പറയുന്നത്? ആരാന്ന് കാണുന്നില്ല. അതല്ലേ M3 പറഞ്ഞത്. വിശ്വസിച്ച് വോട്ട് M3 പറഞ്ഞത് ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്
എം മുകുന്ദൻ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടില്ലേ? നിങ്ങളെല്ലാം കലാസാഹിത്യ മേഖലയിലുള്ളവരാണല്ലോ. എം മുകുന്ദൻ പറഞ്ഞു വോട്ട് ചെയ്യാൻ ധൈര്യപൂർവ്വം പാറ്റുന്ന ഒറ്റ പാർട്ടി ഇടതുപക്ഷ പാർട്ടികളാണ്. മറ്റവർക്ക് കൊടുത്താൽ എപ്പോഴാണ് പോകാമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഞാനല്ല, എം മുകുന്ദനാണ്. നമ്മൾ നല്ല സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെയാണ്, നേരത്തെ പറഞ്ഞല്ലോ 37% വോട്ടേ ഉള്ളൂ ബി ജെ പിക്ക്. 37% വോട്ടേ ഉള്ളൂ ബി ജെ പിക്ക്. ആ 37% കഴിച്ച് ബാക്കി വരുന്ന 63% വോട്ട് ബി ജെ പി വിരുദ്ധമാണ്. ഈ ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം ഒരു യൂണിറ്റായി സംസ്ഥാനത്തെ കണ്ട് ഓരോ മണ്ഡലത്തെയും എങ്ങനെ ബി ജെ പി വിരുദ്ധരെ യോജിപ്പിക്കാം എന്ന രീതിയിൽ ഛിന്ന ഭിന്നമാവാതെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മുഴുവൻ കേന്ദ്രീകരിച്ച് കിട്ടിയാൽ ഇന്ത്യയിൽ ബി ജെ പി തോൽക്കും. അത് ആരെയൊന്നും നോക്കേണ്ട കാര്യമില്ല, ഇന്ന് പാർട്ടിയെ നോക്കേണ്ട കാര്യമില്ല, ഏത് പാർട്ടിയായാലും. നടന്നുണ്ടല്ലോ അതിലൊക്കെ ബീഹാർ ഉൾപ്പെടെ ഇന്നലെ നടന്നല്ലോ, നടക്കും. ബംഗാളിൽ അവിടെ ബി ജെ പിക്ക് ജയിക്കാതിരുന്നാൽ മതിയല്ലോ. അല്ലല്ല, ഞാൻ അവരോട് തന്നെ ചോദിച്ചല്ലോ. ഞാൻ ഡൽഹിയിലുള്ള സമയത്താണ്, ഞാൻ ഡൽഹിയിൽ അന്ന് ഞങ്ങളുടെ PB യോഗം ചേരുന്ന ദിവസം ആയിരുന്നു, ഡൽഹിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ആ ഡൽഹിയിൽ യോഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പത്രക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ ചട്ടം തയ്യാറാക്കിയിരിക്കുകയാണ്, ചട്ടം പുറത്തു വന്നിരിക്കുകയാണ്, എന്താ നിങ്ങളുടെ കാര്യം? ഞാൻ പറഞ്ഞു അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭവും സമരവും ജനകീയ മുന്നേറ്റം രൂപപ്പെടുത്താനുള്ള പ്രവർത്തനമായിരിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു എല്ലാവരെയും ഞാൻ പറഞ്ഞു എല്ലാവരെയും ചേർക്കും. എല്ലാവരെയും ചേർക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് കേരളത്തിലെത്തുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അവർ തന്നെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് VD സതീശൻ പറഞ്ഞു ഇടതുപക്ഷവുമായിട്ട് യാതൊരു ബന്ധമില്ല. ആരെ സഹായിക്കുന്നയാ? അത് BJP യെ സഹായിക്കുന്നതാണ്. ഞങ്ങൾ ഐക്യത്തോട് മുന്നോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞാണ്, അവർ തയ്യാറില്ല എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ പൊതുവായ തന്നെയാണ് ഞാൻ പറയുന്നത്, പൊതുവായ തന്നെയാണ് പറയുന്നത്. ആ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി രാജ്യത്ത് എവിടെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എടുത്ത നിലപാട് ഒരേ നിലപാടാണ്. ഉണ്ട്. അല്ല, അവിടെ CPI യും കേരളത്തിൽ തയ്യാറില്ല. പിന്നെന്താ അതിൻ്റെ കാര്യം? ഞാൻ പറഞ്ഞില്ലേ തയ്യാറില്ല, ഞാനല്ലോ തയ്യാറാവാതെ, അവരല്ലേ തയ്യാറാവാതെ. കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് സമരത്തിന് വരാൻ പറഞ്ഞപ്പോഴും അവർ വരാൻ തയ്യാറില്ല. ഇല്ലില്ല, തെറ്റൊന്നും പറ്റിയില്ല. കോൺഗ്രസുമായി സഹകരിക്കുന്നുണ്ട്. ഞങ്ങൾ പല സ്ഥലത്തും സഹകരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ തെറ്റു പറ്റിയെന്ന്. കോൺഗ്രസുമായിട്ട് സഹകരിക്കാം. BJP വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ആരുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ കഴിയോ അവിടെ അവരെല്ലാമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാം. ഇവിടെ എന്ത് BJP കേരളത്തിൽ? അതാ കാര്യം. ഇവിടെ എന്ത് BJP? അരി നല്ല സ്ഥാനാർത്ഥികളുണ്ടെന്നല്ല പറഞ്ഞത്, ആപേക്ഷികമായിട്ട് പറയുന്നില്ലേ. ഒരാളെ അപേക്ഷിച്ച് മറ്റൊരാൾ നല്ലതാണ്. ഒന്നൊന്ന് എഴുതിയിട്ട് അതിനേക്കാളും വലിയൊരു ഒന്ന് എഴുതിയാൽ അത്രയേ ഉള്ളൂ കാര്യം. അതിലൊന്നും കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള പാർട്ടി നിലപാട്. അതെന്നെ പറഞ്ഞല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്, കൃത്യമായിട്ട് പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയും പറഞ്ഞു, ഞാനും പറഞ്ഞു. ഇനി പിന്നെ അതിൻ്റെ പുറകെ വെറുതെ ചൊറയേണ്ട വല്ല കാര്യമുണ്ടോ? വെറുതെ ആ എപ്പം കൊടുക്കും? കെജ്രിവാളിനെതിരായിട്ട് നടത്തിയിട്ടുള്ള തെറ്റായ നിലപാട് ശക്തിയായിട്ട് ഇപ്പോൾ കോൺഗ്രസ് 1823 കോടി രൂപ പിഴ ചുമത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അതിനെതിരാണ്, ആ നിലപാടിന് ഞങ്ങളെതിരാണ്. ഈ 15 കോടി അത് കൊണ്ടേയുള്ള കേസാണ്, അത് കൊടുക്കേണ്ടി വരുന്നില്ല. അതിൽ ബേജാറാവണ്ട. അതുകൊണ്ടൊരു സമാധാനം. അയ്യോ മാർക്സിസ്റ്റുകാർക്കും 15 കോടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പിടിക്കണ്ട. അത് 2 കൊല്ലം മുമ്പേ ഞങ്ങൾ കേസിലാണ് ഹൈക്കോടതിയിൽ. ലീഗിന്റെ കാര്യമൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒരിക്കലും ക്ഷണിച്ചിട്ടില്ല, ഞങ്ങൾ ക്ഷണിക്കുന്ന പ്രശ്നമില്ല. ലീഗിനെ എന്തിനാണ് നമ്മൾ ക്ഷണിക്കുന്നത്? ഞങ്ങൾ ഈ ഇന്ത്യയിൽ ഉണ്ടാവുന്ന വിവിധങ്ങളായ സംഭവങ്ങളിൽ CAA ഉൾപ്പെടെ, അതുപോലെ തന്നെ ഏക സിവിൽ കോഡ് ഉൾപ്പെടെ ഓരോ പ്രശ്നത്തിൻ്റെ ഭാഗമായി പ്രശ്നാധിഷ്ഠിതമായി ആരൊക്കെ വരാൻ തയ്യാറുണ്ടോ അവരെല്ലാമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാൻ തയ്യാറുള്ള പാർട്ടിയാണ് CPIM. മുന്നണിയിലൊന്നും വിളിച്ചത് അന്നും വിളിച്ചില്ല, ഇന്നും വിളിച്ചില്ല, ഇനിയും വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല, വേണ്ട. മുന്നണിയിലേക്കൊന്നും വിളിക്കുന്ന പ്രശ്നമില്ല. അതൊക്കെ രാഷ്ട്രീയമല്ലേ. മുന്നണി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സാണ്. അത് പൊളിറ്റിക്സ് വേറെ തന്നെയാണ് കണ്ടത്. ഒരേ ഒരു പെണ്ണുങ്ങളേ ഉള്ളൂ. പറഞ്ഞു.
പാർട്ടി ഒരു വിഭാഗത്തിയില്ല. പാർട്ടി വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ചിലപ്പോൾ എതിർപ്പുണ്ട്, ചില ആളുകൾ എതിർക്കുന്നുണ്ടോ. മതിൽ നിങ്ങൾ ഭയപ്പെടുകയോ വേണ്ട. കേരളത്തിൽ 20 മണ്ഡലമല്ലേ ഉള്ളത്. ആ 20 മണ്ഡലത്തിൽ ആദ്യം ജയിക്കുന്ന ഒരു മണ്ഡലം ഈ കാസർഗോഡ് മണ്ഡലമായിരിക്കും. അതുകൊണ്ട് വേദന വേണ്ട, അതിലൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇവിടെ 5 ലക്ഷത്തെ വോട്ടർമാർ ഭൂരിപക്ഷം ഞങ്ങളെ ചേർത്താണ്. അതിന് ഞാൻ പറഞ്ഞു. പിന്നെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനെപ്പറ്റി പുതിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 5 ലക്ഷം പുതിയ വോട്ടർമാരുണ്ടെങ്കിൽ അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ ഞങ്ങൾ ചേർത്ത വോട്ടാണ്. അപ്പോൾ പുതിയ വോട്ടർമാരെ പറ്റി ഉത്കണ്ഠപ്പെടേണ്ട. രാഷ്ട്രീയ പാർട്ടിയോട് നല്ല താല്പര്യമുള്ളവർ തന്നെയാണ് എല്ലാം. പുതിയ തലമുറ എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയോട് നല്ല താല്പര്യമുള്ളവരാണ്. ആ താല്പര്യം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം. അവർ ചേർന്ന് നിൽക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്, ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഏത് അതല്ല പഴയ കാലത്ത് വെറുതെ വാദി. എക്സോളജിക്കൊന്നും ഒരു പ്രശ്നമില്ല. അതല്ല ഞാൻ പറഞ്ഞില്ല, ഗുണ്ടാ പടയാന്ന്. ED എന്ന് പറയുന്നത് പണം പിരിക്കാനുള്ള ഗുണ്ടാ സംഘത്തിൻ്റെ പണി എടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഗുണഭോക്താവ് BJP ആണ്. പക്ഷേ അമ്മാതിയുള്ള വർത്തമാനമായിട്ട് നമുക്കെതിരായിട്ട് വരണ്ട. അതൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തോളൂ. അവസാനിപ്പിക്കാം അല്ലേ? അല്ല, പറയാനായിട്ട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. നമുക്കെന്താണ് പറഞ്ഞോ. ശക്തിയായ മത്സരം. വടകരയൊക്കെ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ജയിച്ചിരിക്കുന്നു. പോരെ? പിന്നെ മത്സരിക്കുകയല്ല, മത്സരത്തിന് മുമ്പേ ജയിച്ച വടകര. കാസർഗോഡ് ഞാൻ പറഞ്ഞു, കാസർഗോഡ് ആദ്യം ജയിക്കുന്ന മണ്ഡലത്തിൽ ഒന്നാണ് കാസർഗോഡ്.